കണ്ണന് മുന്നിൽ നൃത്ത ചുവടുകളുമായി രണ്ട് ന്യായാധിപന്മാർ, കൂട്ടിന് അഭിഭാഷകരും ഡോക്ടർമാരും. കുന്നംകുളത്തെ മുൻ മജിസ്ട്രേറ്റും തൃശൂർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ സരിത രവീന്ദ്രനും എറണാകുളം പ്രിൻസിപ്പൽ സബ് ജഡ്ജ് രഹന രാജീവുമാണ് ഔദ്യോഗിക തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. സരിത രവീന്ദ്രൻ തൃശൂർ ലാലൂർ സ്വദേശിനിയും രഹന രാജീവൻ കൊടുങ്ങല്ലൂർ സ്വദേശിനിയുമാണ്. തിരക്കിട്ട ന്യായാധിപ ജോലിക്കിടയിൽ വീണുകിട്ടുന്ന ഒഴിവുവേളകളാണ് നൃത്താഭ്യാസത്തിനായി കണ്ടെത്തിയത്. 2 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റമെന്ന സ്വപ്നം ഇവർ യാഥാർത്ഥ്യമാക്കിയത്. നൃത്തത്തോടുള്ള അടങ്ങാത്ത ആവേശമാണ് തിരക്കുകൾക്കിടയിലും നൃത്തം അഭ്യസിക്കാൻ സമയം കണ്ടെത്തുന്നതെന്ന് അഡ്വക്കേറ്റ് TG സൗമ്യ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തോളായി 2 സബ് ജഡ്ജിമാർ വന്നിട്ടുണ്ട്. സരിത മാമും അതുപോലെ തന്നെ രഹന മാമും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ പല ഉന്നതങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഈ നാട്യകലാക്ഷേത്രയിൽ ഡാൻസ് അഭ്യസിക്കുന്നുണ്ട്. തൃശൂർ ബാർ അസോസിയേഷനിലെ അഭിഭാഷകയായ സൗമ്യ, മിനി ശ്രീശൻ എന്നിവരും ഡോക്ടർ അനുപ സോണിയും അരങ്ങേറ്റത്തിനുണ്ടായിരുന്നു. അയ്യന്തോൾ പുഷ്പാഞ്ജലി നാട്യകലാക്ഷേത്രത്തിലെ അധ്യാപിക ഗോപിക കുറുപ്പിന്റെ കീഴിലാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. സമൂഹത്തിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് പരിശീലനം നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗോപിക കുറുപ്പ് പറഞ്ഞു. വളരെ പ്രശസ്തരായ സ്ഥാനത്തിരിക്കുന്നവരെല്ലാവരും പഠിപ്പിച്ച് ഒരു അരങ്ങേറ്റം നടത്താൻ എനിക്ക് സാധിച്ചതിൽ ഗുരുവായൂരപ്പനോടും ബാക്കിയുള്ള ഗുരുക്കന്മാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. TCV ഗുരുവായൂർ.